നമസ്കാരം, ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോറിൻ ഫ്രേസസ് ആണ്. PSC പരീക്ഷ എന്നല്ല, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും ചോദിക്കുന്നതാണ്. 1 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ഫോറിൻ ഫ്രേസസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഫോറിൻ ഫ്രേസസിനെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഫോറിൻ ഫ്രേസസ് ആയതുകൊണ്ട് ഇതെല്ലാം ഇതിന്റെ പ്രൊനൗൺസിയേഷനും ഒക്കെ എല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതാണ് അബ് ഇനിസിയോ. അപ്പൊ ഇത് കുറേയധികം നമുക്ക് എക്സാമ്പിൾ സഹിതം വിവരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് ഒന്ന് ഇതിനെ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി, ഓർമ്മയിൽ ഇരുത്തുക, അത്രേ ഉള്ളൂ. എന്താണ് ഫ്രം ദ ബിഗിനിങ്? ആ ഇനിസിയോ, നമുക്കത് ഇനിസിയോ എന്ന് വെച്ചാൽ ഇനിഷ്യൽ, സ്റ്റാർട്ടിങ് എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്കത് നമുക്ക് പറ്റും. ഇനിസിയോ എന്ന് പറയുമ്പോൾ ആ ഇനിസിയോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ad hoc. സാധാരണഗതിയിൽ മിക്കവാറും നമ്മൾ ഇത് കാണാറുണ്ട്. ad hoc കമ്മിറ്റി, അതായത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ad hoc എന്ന് പറയുമ്പോൾ. ad hoc എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഓർ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യം നടത്തുവാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കമ്മിറ്റി. ad infinitum, ടു ഇൻഫിനിറ്റി ആണ്. അതങ്ങനെ ഇതായിട്ട് പോവുകയാണ്. സബ് ജുഡീസ്, എന്താണ് സബ് ജുഡീസ്? ചില കാര്യങ്ങൾ സബ് ജുഡീസ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഇതും ചെയ്യാൻ പറ്റിയല്ല. ഫോർ എക്സാമ്പിള്, ദിലീപിന്റെ കേസ് സബ് ജുഡീസിലാണ്. അതായത് കോർട്ടിന്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഇതൊന്നും പറയാൻ പാടില്ല. അങ്ങനെയാണ്. അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ, കോടതിയുടെ പ്രത്യേക പരിഗണനയിൽ, ജഡ്ജിന്റെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓൺ മാസ്, നമ്മൾ എൻ മാസേ എന്ന് പറയും. ഫ്രഞ്ചാണ് എൻ മാസേ. and the pronunciation masse, together. En route, സാധാരണഗതിയിൽ ആൾക്കാർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ en route to my home, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വഴി മധ്യയാണ് എന്നുള്ള അർത്ഥമാണ്. on route എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. on the way. in passe, a deadlock. de facto, in fact, right or not. ഇതും സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. മോഡുസ് ഓപ്പറാൻഡി എന്നും പറയും. മോഡുസ് ഓപ്പറാൻഡി മീൻസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അതിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ രീതി അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്, അതാണ്. സ്റ്റാറ്റസ് കോ, കോടതിയിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കേസ് തൽസ്ഥിതി തുടരാനായിട്ട് പറയുമ്പോൾ സ്റ്റാറ്റസ് കോ എന്നാണ് പറയാറുള്ളത്. സ്റ്റാറ്റസ് കോ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ലാറ്റിനാണ്. സ്റ്റാറ്റസ് കോ എന്ന് നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞു പോകാറുണ്ട്. തൽസ്ഥിതി തുടരുക, ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. പ്രോ ടെമ്പററി, ടെമ്പററി ആയിട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ്. പ്രോ ടെമ്പററി. ഇപ്പോൾ ഒരു ഗവൺമെന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്ന് ഇത് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇലക്ഷന്റെ ഒക്കെ അവസാനം കഴിഞ്ഞ് പ്രോ ടെമ്പററി ആയിട്ടുള്ള ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് താൽക്കാലികമായിട്ട് ആ സമയത്തൊക്കെ വേണ്ടി മാത്രം. വിസ് എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ്. മെമ്മോയി എന്നുകൂടെ പ്രൊനൗൺസ് ചെയ്യും. പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യും. കാരണം നമ്മൾ വേറെ വേർഡാണ്, അത് ഫ്രഞ്ച് വേർഡാണ്, പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. എയ്ദേ മെമോൾ എന്നാണ്, പക്ഷെ നമ്മൾ എയ്ഡ് മെമ്മോയിഡ് എന്ന് പറയും. റിട്ടേൺ സംതിങ് ടു റിമെമ്പർ,
റിട്ടേൺ സംതിങ് ടു റിമെമ്പർ, ഓർമ്മിക്കാൻ വേണ്ടി എഴുതി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഇതിനകത്ത്. അപ്പോൾ ഈ എഴുതി മെമ്മോർ എന്നുള്ളൊരു ഇത് വരുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഗജനി സിനിമയിലെ സൂര്യ ശരീരത്തിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, അത് ഓർത്തിരുന്നിച്ചാൽ മതി, അപ്പോൾ മറന്നു പോകത്തില്ല. ആഡ് ഇന്റേരിം, ആഡ് ഇന്റേരിം. ഇന്റേരിം എന്ന് വെച്ച് കഴിഞ്ഞാല് മീൻ വൈൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട്, മീൻ വൈൽ താൽക്കാലികമായിട്ട്. ഇപ്പോൾ ഇന്ററിം ബെയിൽ കൊടുക്കുക എന്ന് പറയും, താൽക്കാലിക ജാമ്യം അനുവദിക്കുക. അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷന്റെ സമയത്ത് താൽക്കാലിക ബെയിൽ അപ്പോൾ അനുവദിച്ചായിരുന്നു. അതാണ് ആഡ് ഇന്ററിം ഫോർ എ മീൻ വൈൽ, ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടി. ഇപ്സോ ഫാക്ടോ, ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. ഇപ്സോ ഫാക്ടോ എന്ന് വെച്ചാൽ ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്. ബൂജോ, അവിടെ നമ്മൾ നോക്കുക, ബ്യൂ ജോ, ബ്യൂ ജൂ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഫ്രഞ്ച് വേർഡാണ്. ബ്യൂട്ടിഫുൾ ഡേ അഥവാ ഫൈൻ ഡേ അല്ലെങ്കിൽ ഗുഡ് ഡേ എന്നൊക്കെ പറയും. അൽഫ്രെസ്കോ, നമ്മൾ അൽഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഓപ്പൺ എയർ, നമ്മൾ ദ പാർട്ടി വിൽ ബി ഇൻ അൽഫ്രെസ്കോ, പാർട്ടി ഓപ്പൺ എയറിലായിരിക്കും. ബോണഫൈഡ്, ബോണാഫിഡെ എന്നാണ് പറയുക, ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ അവിടെ വേറെ ഒരു ഇത് കയറി വരാം, മാലാഫിഡെ, ബാഡ് ഫെയ്ത്ത് ആണ് കേട്ടോ. ബോണ, മാല. ഓഫേ, അതും ഫ്രഞ്ച് ആണ്. പ്രൊനൗൺസിയേഷൻ ഔ ഫെയ്ത്ത് എന്നല്ല, ഓഫേ. ടു ദ ഫാക്ട്, ഫെമിലിയർ, അക്വൈന്റഡ് എന്നുള്ള അർത്ഥത്തിലാണ്, പരിചയമുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ഓപ്പുസ്, ഗ്രേറ്റ് കമ്പോസിഷൻ അഥവാ മാസ്റ്റർ പീസ് ആണ്, പുള്ളിയുടെ മാസ്റ്റർ പീസ് ആണ് എന്ന് പറയുന്നതാണത്. പ്രീമ ഫാസിയെ, പ്രഥമ ദൃഷ്ടിയ എന്നുള്ളതാണ്. പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെച്ചോളണം. കാരണം വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഏതായിരുന്നാലും പഠിക്കണമല്ലോ, അപ്പോൾ ഈ പ്രൊനൗൺസിയേഷൻ കൂടി ഇരുന്നോട്ടെ. പ്രീമ ഫാസിയെ, പലരും തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നു, ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തത്. ലാറ്റിൻ പദങ്ങളാണ് ഇതെല്ലാം. പ്രീമ ഫാസിയെ, അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വെച്ചാൽ പ്രഥമ ദൃഷ്ടിയ, ആദ്യ കാഴ്ചയിൽ തന്നെ. വോക്സ് പോപ്പുലി, പോപ്പുലർ ഒപ്പീനിയൻ, വോക്സ് പോപ്പുലി. എക്സ് ഒഫീസിയോ, ഇത് സാധാരണഗതിയിൽ കാണാറുണ്ട്, മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബൈ വെർച്യൂ ഓഫ് ഓഫീസ്, എക്സ് ഒഫീസിയോ, താൽക്കാലികമായ ഓഫീസിന്റെ ചാർജ് എന്നുള്ള നിലയിൽ. സീനെ ദിയെ, സീനെ ദിയെ, ഇൻഡെഫിനിറ്റ്ലി. സീനെ, സൈൻ ഡൈ എന്നല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഓക്കെ. സീനെ ദിയെ, ഇൻഡെഫിനിറ്റ്ലി. എക്സ് പാർട്ടെ, വീണ്ടും വരുന്ന കോടതിയിലൊരു പദമാണ് എക്സ് പാർട്ടെ. രണ്ട് പേര്, അതായത് വാദിയും പ്രതിയും ഉണ്ടായിരിക്കും. നമ്മളൊരു കേസ് കൊടുത്ത് കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വിധിയാണ് എക്സ് പാർട്ടെ ജഡ്ജ്മെന്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരാള് വരാതിരിക്കുമ്പോൾ കൊടുക്കുന്ന, അതിനാണ് വൺ സൈഡഡ് എന്നാണ് അതിന്റെ മീനിങ്. ലോക്കുസ് താന്തി, ലോക്കുസ് താന്തി, അതായത് റൈറ്റ് ടു അപ്പിയർ ഇൻ ദ കോർട്ട്, ഫയൽ ആൻ ആക്ഷൻ, അതാണ്. ഇൻ തോത്തോ, ഇൻ തോത്തോ. ആ തോത്തോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ എന്നുള്ള, എൻറ്റയർലി എന്നുള്ള മീനിങ് ആണ്, മുഴുവനായിട്ടും എന്നുള്ളതാണ്. ഓഫോണ്ട്, എന്താണ്? ഓഫോണ്ട്, ബേസിക്കലി ഫ്രഞ്ച് ആണതും. എൻ എൻ പ്രിൻസിപ്പേ, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഭയങ്കര വ്യത്യാസമുണ്ട്. എൻ ഹൊസേ, ഓ ഹൊസേ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ വരുത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പറഞ്ഞു വരുന്നത് എൻ പ്രിൻസിപ്പേ എന്ന് വെച്ചാൽ ഇൻ പ്രിൻസിപ്പിൾ, ആശയപരമായിട്ട്, ആശയത്തില്. നോമേ, നോമേ, സ്റ്റാൻഡേർഡ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ഇതാണ്. വേലി, വീതി, വീഴ്ച. വന്നു, കണ്ടു, കീഴടക്കി. ഓക്കെ. വേനി, വീതി, വീഴ്ച. I came, I saw, I conquer.
തേ 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 തേ. നമ്മളൊരു കാര്യം പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നത്, പ്രൈവറ്റ് കോൺവെർസേഷൻ, തലയണ മന്ത്രം എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഹെഡ് ടു ഹെഡ് വളരെ രഹസ്യമായിട്ട് സംസാരിക്കുന്നതിനാണ് നമ്മളത് പറയുന്നത്. കാരാ സ്പോസ, അതായത് ഡിയർ വൈഫ്, കാരാ സ്പോസ എന്ന് പറഞ്ഞ് പേര് വിട്ട് വിളിക്കാം. ഡിയർ വൈഫ് സോ ആൻഡ് സോ, കാരാ സ്പോസ. കൊജിനിറ്റോ എർഗോ സും, ഐ തിങ്ക് therefore I am. ഞാൻ അതിന്, എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് വേണ്ടിയാണെന്നുള്ളതാണ്. നമ്മൾ ഈ പദങ്ങൾ സാധാരണ ഇതിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണ്. ഡിറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാറ്റിനാണ്. ഡിറ്റോ എന്ന് വെച്ചാൽ സെയിം എന്നുള്ള അർത്ഥം നമ്മൾ മിക്കവാറും ഉപയോഗിക്കും. കാരണം വെച്ചാൽ ഡിറ്റോ എന്ന് വെച്ചാൽ ഒരേപോലെ ഇരിക്കുന്നു. ഡിറ്റോ നിന്നെ പോലെ ഇരിക്കുന്നു എന്ന് പറയാനായിട്ടാണ്. ഇതും ലാറ്റിനാണ്, ഇറ്റാലിയൻ ലാറ്റിൻ പദങ്ങളിൽ വരുന്നതാണ്. കുയിസിൻ, നമ്മള് മൾട്ടി കുയിസിൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പൊ ഈ പദം നമ്മളിങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോൾ നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ അതിങ്ങനെ കയറി അത് തന്നെയാണ് പിന്നെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ വേറൊരു പദത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ മൾട്ടി കുയിസിൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ, കുയിസിൻ എന്താണ്? ബ്രാൻഡ് ഓഫ് കുക്ക്ഡ് ഫുഡ്. കുയിസിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായില്ല, കാരണം എല്ലാവരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത് ചെയ്യുന്നുണ്ട്. ദി ജൂ എന്താണ്? റൈറ്റ്ഫുൾ. ദി ജൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്ഫുൾ. ദേ ഗ്രാസിയ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഡൂച്ചെ ലീഡർ, ഡൂസ്, ഡൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ. യുറേക്ക എന്താണ്? യുറേക്ക എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചേക്കാം കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചു. യുറേക്ക എന്നും പറഞ്ഞുകൊണ്ട് പ്രോസ് ആൻഡ് കോൺസ്. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിലെ ഈ എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഇത് കേൾക്കാറുണ്ട് പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളത്. അതായത് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്ന അർത്ഥത്തിലാണ് പ്രോസ് ആൻഡ് കോൺസ്. പെർസോന ഗ്രാത്ത, എ പേഴ്സൺ ഹു ഈസ് അക്സെപ്റ്റബിൾ. ആരെങ്കിലും ഒരാൾ, ഒരു വ്യക്തി, ആ വ്യക്തി ഈസ് എ പെർസോന ഗ്രാത്ത. ജോൺ ഈസ് എ പെർസോന ഗ്രാത്ത. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഉപയോഗിക്കാനായിട്ട്. വിവ വോച്ചെ, ഓറൽ ടെസ്റ്റ്. വിവ വോച്ചെ, ഓറൽ ടെസ്റ്റ്. വൈസ് വേഴ്സ എന്ന് നമ്മൾ പലരും ഉച്ചരിക്കാറുണ്ട്. വിസെ വേസ, ദ അതർ വേ സൗണ്ട് എന്നുള്ളത്. ദ അതർ വേ നമ്മൾ ലെറ്ററിലൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ് അതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം ഫോറിൻ പദങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടിന്യൂ ആയിട്ട് വരാറുണ്ട്. ഇത് ഓർത്തതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോകാനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ് ഹോക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇത് 1-2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഷോർട്ട് മെമ്മറിയിൽ നിന്നും ലോങ് മെമ്മറിയിലേക്ക് ഇതങ്ങ് പോയിക്കോളും, അവിടെ കിടന്നോളും. എത്രയോ ലക്ഷങ്ങളുടെ പുസ്തകങ്ങൾ സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും തലച്ചോറുകൾ. അപ്പൊ അത് കൃത്യമായിട്ട് വായിക്കുക. റിപ്പീറ്റേഷൻ ആണ് വേണ്ടത്. നമ്മൾ നെഗ്ലക്ഷൻ ചെയ്യരുത്. സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ടൈം ഡിസൈഡ്സ് എവറിത്തിങ്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.